നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ മെയിനായിട്ട് പറയുന്നത് തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർക്കാരനായിട്ട് തൃശ്ശൂർ പൂരത്തിന് പോയില്ലേ എന്നാണ് ചോദിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയി. ഇത്രയ്ക്കും ചൂടും ഇത്രയ്ക്കും തിരക്കായിട്ട് ഞാൻ ആകെ വയത്ത് കുളിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോയല്ലോ, ഇവരൊന്നും കൊണ്ടുപോയില്ല. സരിതയുടെ വീട്ടിൽ വിരുന്നാരൻ അല്ല, ഇഷ്ടമില്ല ഇല്ലെങ്കിലും വലിയ കാരണം ഇന്നലെ വിരുന്നാരുണ്ടായിരുന്നു. സരിതയുടെ വീട്ടിൽ നിറയെ വിരുന്നാരൻ. തൃശ്ശൂർ പൂരം ഒരു നന്നായി ആഘോഷിക്കുന്നവരാണ്. അപ്പൊ പൂരം ആഘോഷിക്കാന്ന് പറഞ്ഞാൽ അകലെന്നുള്ളവരൊക്കെ വരും, വീട്ടിലേക്ക് വരും. നമ്മള് എനിക്ക് ചെറുപ്പത്തിൽ എപ്പോഴും കൂടെ ഒരു വട്ടം കുടമാറ്റത്തിന് അങ്ങനെ എന്തിനോ പോയിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. എന്തിട്ടോ വലിയ സംഭവം ചെയ്തിട്ട് ഒരു 4-5 വയസ്സുള്ള സമയത്താന്ന് തോന്നുന്നു പോയിട്ട്. അവിടെ ചെന്ന് ചൂട്, വെള്ളം ദാഹം, അത് ഇത്, പിന്നെ ഐസ്ക്രീംകാരൊക്കെ ഇങ്ങനെ പോവല്ലേ, നമുക്ക് എന്തായാലും ഇതൊന്നും വാങ്ങിച്ച് കിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കി വെള്ളം ഇറക്കി നടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ സർവത്ത് പിടിക്കാൻ തോന്നും. അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയോ വീട്ടിൽ എത്തിയാൽ മതി വെച്ചിട്ട് പോകുന്നതാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. എനിക്ക് ഇഷ്ടമില്ല സാമ്പിള്, പക്ഷെ ഞങ്ങൾ മുടക്കാറില്ല. അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകും, സാമ്പിൾ മേടിക്കിട്ട് കാണാൻ പോകാറുണ്ട്. ഞാനാണെങ്കിൽ ഇന്നലെ പിന്നെ പൂരപ്പുഴയുടെ എലിഞ്ഞിത്തറമേള നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയി. അവിടെയൊക്കെ ആൾക്കൂട്ടങ്ങൾ നിറഞ്ഞു തുടങ്ങി. അങ്ങനെ വെറുതെ അതിൻ്റെ ഉള്ളിയോടെ പോയി തെക്കേ ഗോപുരനാടെ കൂടിയിട്ടാണ്ട് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് വീട്ടിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, സരിതോട് പറഞ്ഞു, പോരാണ്ടി ഒരു ഇതില് നമുക്ക് ചൂടും. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു ചേട്ടൻ, കോട പിടിച്ച് നടന്നിട്ട് വരെ നമുക്ക് മെസ്സേജിന്റെ കാര്യം എന്ന് പറയട്ടെ. ചേട്ടൻ ഞങ്ങൾ 3 പേരും കൂടി ഇവിടുന്ന് പോയി. എന്നെയും ജഗ്ഗുവിനെയും വീട്ടിലിറക്കിയിട്ട് ചേട്ടൻ പോയി, പുരപറമ്പിലേക്ക് പോയി. അതെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊടയൊക്കെ എടുത്തിട്ടാ പോയത്, വെള്ളം കുപ്പിയൊക്കെ കൊണ്ടാ പോയത്. എന്നിട്ട് ചേട്ടൻ എനിക്ക് ചേട്ടന്റെ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട്, പൊന്നു ഭയങ്കര ചൂട്, എന്നിട്ടാണ് ഭയങ്കര വെയില്, എന്നിട്ടാ ഓട്ടോറിക്ഷയിലാണെന്ന് എന്തിട്ടോ അങ്ങനെ 2 സാധനം. എനിക്ക് പൊന്നു ഓ, ഇത്ര കല്യാണം കഴിഞ്ഞ് 22 കൊല്ലത്തിനടുക്ക് എന്നെ ഇതുവരെ പൊന്നു അങ്ങനെ ഒരു വാക്ക് പോലും വിളിച്ചിട്ടില്ല. ഇതെന്തപ്പോ ഈ വാട്സപ്പിൽ ഇങ്ങനെ എന്തിട്ട് ഉദ്ദേശിച്ച പോന്നു, അവിടെ നിന്ന് ചേട്ടൻ ഇങ്ങോട്ട് പോന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ടൈപ്പ് ചെയ്ത് എഴുതി വന്നപ്പോ പൊന്നു. അത് ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, ഭയങ്കര തിരക്കല്ല. അപ്പൊ ഇന്നലെ ചേട്ടനെ എന്തെങ്ങനെ അപ്പൊ ചേട്ടൻ അറിയാം പോന്നു എന്നാണ് അത്. അതെ. അപ്പൊ ഇന്നലെ ഞങ്ങള് കാലത്തോടുന്ന് പോകുമ്പോ നമ്മുടെ വിയറ്റ്നാം ഏർലി ചക്ക, അതുമേ ഒരു കണ്ണാർക്കണ്ണന്മാരൊരു നേരിയൊരു കോറിനായിരുന്നു. അപ്പൊ ഞാൻ സരിതോട് പറഞ്ഞു, നമുക്കിത് വന്നിട്ട് ചക്ക വെട്ടാന്ന് പറഞ്ഞു. ആദ്യമായിട്ടുണ്ടാവണ സാധനല്ലേ, അതിന് അതുപോലെ നമ്മള് പൊന്നു പോലെ നോക്കിയതാണ്. കണ്ടാ നോക്കിയേ, ഇന്ന് നോക്കിയേ, മാന്തൽ തുടങ്ങിയടാ. കണ്ണന്മാർക്ക് എന്തോരം മാമ്പഴമുള്ളെന്നറിയോ തിന്നാനായിട്ട്. സകല മാവുമ്പലും മാമ്പഴം ഒന്നും നമുക്ക് കിട്ടണില്ല, എല്ലാത് കുറ്റങ്ങൾ തന്നെ തിന്നണം. എന്നിട്ട് ഈ ചക്കേനെങ്കിലും വെറുതെ വിട്ടുകൂടാ അല്ലേ. മാന്തി കണ്ടാ നോക്കിയാ, കണ്ടാ ഈ സൈഡിൽ മാന്തി കണ്ടു. താഴെ പിടിച്ച നമ്മുടെ ആദ്യത്തെ വിയറ്റ്നാം എയർലി വിളവെടുപ്പ് നടത്താൻ നമ്മള് മറ്റേ ഇടിയൻ ചക്ക 2 വട്ടം. ഇടിയൻ ചക്കയ്ക്ക് പ്രാധാന്യം ഇല്ലല്ലോ, ഇതല്ലേ അല്ലടി ചക്കയല്ലത്, മറ്റേ ഇടിയൻ ചക്കയല്ലേ. അങ്ങനെ ഫസ്റ്റ് മുറിച്ചു നല്ല കാനുണ്ടത്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ, ഇതിനെ വെട്ടി നോക്കണ സരിത? ഇത് ആയിട്ടില്ലല്ലോ. അല്ല, ഒരു സൈഡിൽ നിന്ന് വെട്ടിയാക്കണ. എന്താ ചാർലി വന്നിട്ട് ഞെട്ടി. ഇതെന്തൊരു സാധനം എന്നാണോ ചാർലി നോക്കണേ? ചാർലി നീ എന്തൊരു തയ്യാന്ന് കാവൽക്കാരൻ. അണ്ണാറക്കണ്ണന്മാര് വന്ന് നമ്മുടെ വിളവുകളൊക്കെ നശിപ്പിക്കുന്നത് കണ്ടില്ലേ? തിന്നാൻ കൊടുക്കണേന്ന് ഒരുത്തം നിക്കണോക്ക് അവിടെ നിന്നിട്ട് എന്തുടനാണ് അവ ചീത്ത പറഞ്ഞ പേടിച്ച് ഇമ്രൂ. അതെ, ഒരു ആളുകളുടെ ഒരു ധാരണയാണ് അത്. അല്ല, ആളുകളുടെ ധാരണ ഇട്ടാ ഒരാൾ പറഞ്ഞില്ലേ, നമ്മള് അവനെ നന്നായി തല്ലുന്നതുകൊണ്ടാണ് ഇപ്പൊ പകച്ചേക്കണത്. ഇല്ലില്ല, അതിനല്ല തല്ല് കിട്ടാറുണ്ട്, അതിന് തല്ല് കിട്ടിയിട്ടില്ല. ഇവര് അങ്ങനെ തല്ലില്ല. ഇവ അനുസരണശീലം വളരെ വളരെ കൂടുതലാണ് ചാർലിക്ക്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അതിന് ഒന്നും ചെയ്യില്ല. ചെരുപ്പെടുത്തോണ്ട് പോയി ഞാൻ ചീത്ത പറയും, എന്താ ചെരുപ്പെടുത്തോണ്ട് പോയി. ആ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള്
പേടിച്ചു പോകും. അല്ലാണ്ട് ആൾക്കറിയാട്ടാ നമ്മൾ ചീത്ത പറയില്ലേ, അപ്പൊ എവിടെയെങ്കിലും ദൂരെ പോയി നിന്നിട്ട് ഇങ്ങനെ നിൽക്കും. കണ്ണിന്റെ കൃഷ്ണമണി മാത്രം ഇങ്ങനെ അനങ്ങുണ്ടാവും, ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ നിൽക്കും. ഇമ്മുറും ഇങ്ങോട്ട് വാ. ഇവനല്ലേ, ഇവൻ ഗേറ്റ് തുറന്ന വഴിക്ക് ഒരു ദിവസം ഒരു പോക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്നെ 1 കിലോമീറ്റർ ഓടിപ്പിച്ചു. ഞാൻ പിന്നോടെ വിട്ടു. എന്നിട്ട് നമ്മുടെ ആ കയറ്റത്ത് അമ്പലത്തിന്റെ അവിടെ കുറെ വീടുകളുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇവൻ പെട്ടു. ഉള്ളിലേക്ക് പോയിട്ട് മതിൽ ചാടാത്ത ഇവനെ ഇത്രയ്ക്ക് വരെയുള്ള സാധനം ഇവൻ ചാടിപ്പോയില്ല. ആ സാധനം ഇത്രയ്ക്ക് വരെയുള്ള സാധനം ഇവൻ ചാടി ആ കൊലാപന്റെ പറമ്പിന്റെ അറ്റത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് അതിന്റെ പിന്നോടെ ഞാനും ചാടി അവിടേക്ക് ഓടിയെത്തി. അവനെ അവിടുന്ന് വിളിച്ചു കഴിക്കുക. അവൻ പിന്നെ ഒരു കല്ലെടുത്തു, കല്ലെടുത്ത് എനിക്ക് പിന്നെ ആള് ജഗ്ഗു അങ്ങോട്ട് വന്നു, ഇവൻ ഇവിടേക്ക് എത്തി. അങ്ങനെ ചാർലിക്ക് അനുസരണശീലം വളരെ വളരെ കൂടുതലാണ് അല്ലേ? പറഞ്ഞാൽ കേൾക്കും. നായ്ക്കളെ എന്തിനേലും നമ്മൾ പേടിപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ യജമാനെ അനുസരിക്കുന്ന നായായിരിക്കും. മറ്റേ അടിയുടെ ആവശ്യമുണ്ട്. ചെരുപ്പെടുത്തോണ്ടാണ് ഇപ്പൊ ചെരുപ്പെടുത്തോണ്ടിൽ കുറഞ്ഞിണ്ടാ ഇല്ല അല്ലേ? നമ്മളാ കൊടൈക്കനാലിൽ നിന്ന് വന്ന സമയത്ത് ഇതിന്റെ ചുറ്റും കെടുക്കണത് കാണണം. ഈ ഇവിടെ ബാക്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ ബാക്കിലൊക്കെ ഇട്ട് നടക്കണ ചെരുപ്പ് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിനെ തട്ടി മറിച്ചിട്ടിട്ട് ആ ചെരുപ്പൊക്കെ ചുറ്റും കൊണ്ടുപോയി. അങ്ങനെ ഇമ്രാൻ ഓടിവാ ഓടിവാ. ഒരു ചോള പച്ച ചോള ഒന്ന് പറിച്ചാലോ, വെട്ടി നോക്കാൻ. വെട്ടി നോക്കിക്കോ, അങ്ങട് മുളഞ്ഞീന. അല്ല അത് മുളഞ്ഞീനൊക്കെ പോയോളൂ. ഈ സൈഡ് നൽകിയാലോ, ഇങ്ങോട്ട് അലക്കാം. ഇത്രയ്ക്ക് മതി. ഇന്നലെ തൃശ്ശൂർ പൂരത്തിന്റെ അന്നേ ഓർമ്മയിലാണ്ട് ഞാൻ സിനിമ ബുക്ക് ചെയ്തു. തൃശ്ശൂർ പൂര ആണെന്നുള്ള ഓർമ്മയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ബുക്ക് ചെയ്തത് തുടരും സിനിമയ്ക്ക്. കഴിഞ്ഞ ആഴ്ച ഓരോ ഡേറ്റ്, അപ്പോൾ 3 ദിവസം കൊടൈക്കനാൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ പിന്നത്തെ ദിവസങ്ങളിലൊക്കെ നോക്കിയപ്പോൾ തിയേറ്ററൊക്കെ ഫുള്ള്. അപ്പോൾ അടുത്ത ദിവസം നോക്കും, അടുത്ത ദിവസം നോക്കി, അങ്ങനെ നോക്കി ചൊവ്വാഴ്ച 9:30 സെക്കൻഡിന് വലിയ അധികം ആൾക്കാരെ കാണാനില്ല. അപ്പോൾ വേഗം ചൊവ്വാഴ്ചയിലേക്ക് ബുക്ക് ചെയ്ത് വെച്ചു. ചൊവ്വാഴ്ചയാണ് തൃശ്ശൂർ പൂരം തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് വൈകുന്നേരം അവിടെ നിന്ന് പോരണ്ടേ. അമ്മേരെ ചീത്ത കേട്ടിട്ട് എനിക്ക് അമ്മയുടെ തുന്തുരുൻ്റെ എന്നൊക്കെ. നിനക്ക് വേറെ ഒരു ദിവസവും കിട്ടിയില്ല അല്ലേ സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ ചോദിച്ചിട്ട്. അത് 4 മണിക്കൂർ മുന്നേ അത് ക്യാൻസൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ക്യാൻസൽ ചെയ്തില്ല. ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ഞാൻ എന്നിട്ട് പോരുമ്പോ അച്ഛൻ അവിടെ നിൽക്കണ്ട. അപ്പൊ അച്ഛനോട് ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്താ നീ ഇപ്പൊ പോണേ? അപ്പൊ അവരെല്ലാവരും പന്തൽ കാണാൻ പോവാൻ നിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടാ. അപ്പൊ ഏത് പടം? തുടരും. ബെസ്റ്റ് പടാ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കണ്ടു. ഇന്റർവെല്ല് വരെ ഞാൻ ഉറങ്ങി. പക്ഷെ നല്ല സിനിമ അച്ഛൻ പറയാം. അയ്യോ ഞാനിപ്പോ അച്ഛൻ കൂട്ടാൻ വെച്ചാലോ. വിയറ്റ്നാമേരിൽ കൂട്ടാൻ വയ്ക്കോ? പഠിപ്പിച്ചല്ലേ ചെയ്യാ? കൂട്ടാൻ വെച്ചാൽ എന്താ പോലീസ് പിടിക്കോ? അല്ല ഇതിന്റെ പുറത്താ, ഇതിന്റെ ഇവിടെയാണ് ഇതല്ലോ. നോക്കിയാ ഇത് ഭയങ്കര ഉള്ളിൽ വെള്ളം കേറി നോക്ക്. ഉള്ളിൽ ഭയങ്കര കനള്ള ചക്കയേട്ടാ, നിറച്ച് ചോള. ഇത് നമുക്കേ ഇതിന്റെ ഒരു ഇത്തിരി കൂടി മുറിച്ചിട്ട് നമുക്ക് ഉപ്പേരി വെക്കായിരുന്നു. രസമുണ്ടാവോ? പക്ഷെ വെള്ളം കേറിണ്ട്, അതാണ് ഒരു പ്രശ്നം. ഇതിങ്ങനെ പഴുത്തോട്ടെ. ഇത് വേണമെങ്കിൽ നീ വേണമെങ്കിൽ വെറുതെ പച്ചക്ക് തിന്നോ. എനിക്ക് വയറാൻ എടുക്കും. ഇത് കൂട്ടാൻ വെക്കാം ചേട്ടാ. അപ്പൊ ഈ ചക്ക നമുക്ക് പഴുപ്പിക്കാം. ഇത് പഴുക്കും 2-3 ദിവസം പഴുക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. പകുതി വെട്ടിയാലും ചേട്ടൻ അവിടേക്ക് കൊടുക്കാം. അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. പിന്നെ ചേട്ടൻ ചോള പറിച്ച് തരാണെങ്കിൽ ചോള പറിച്ച് പിന്നെ ഭയങ്കര ഭയങ്കര സന്തോഷ വാർത്തകൾ ഇവിടെ ഉണ്ട് കേട്ടാ. നോക്കിയേ നമ്മുടെ ഈ റംബുട്ടല്ലേ, നോക്കിയേ ചെറിയ കാണിച്ചിട്ടുണ്ടല്ലോ പൂത്തത് ഇല്ലേ? അല്ല ഉണ്ടായത് നിറച്ചുണ്ടായിക്കോണു. നോക്ക് കൊല കൊല കൊലയായിട്ടുണ്ടായി എല്ലാത്തിലും. റംബുട്ടതിക്ക് ഇവിടേക്ക് നിറച്ചുണ്ടായിട്ടുണ്ട്. വാല സരിത നമുക്ക് വല വാങ്ങിച്ച് കെട്ടണം. കണ്ട ചേട്ടനല്ലേ? ഞാൻ വല വാങ്ങിച്ച് കെട്ടും. ഇത് മാത്രമേ ഈ വല വെച്ച് കെട്ടേണ്ട ആവശ്യം വരില്ല എന്നുകൊണ്ടല്ലേ. നോക്കിയാ അതും നോക്കിയ എന്താ അല്ല ഇപ്പൊ തന്നെ തീരുമാനമായി കെട്ടില്ല. നോക്കിയാ പിന്നെ നോക്കിയാ ഞാൻ അടിച്ചു വരാൻ പോട്ടാന്ന് വെച്ചാ നിക്ക് നമ്മൾ വെച്ചിട്ടുള്ള മാവ് കണ്ട. അത് ഈ ചെറിയ മാവല്ലേ, മാങ്ങകളുണ്ടായി. കണ്ട ഒരു മാങ്ങ പൊട്ടിച്ചു വിട്ടെ ഞാൻ മിഞ്ഞാന്ന്. ഒരു മാങ്ങ വലുതായി പഴുത്ത് ഇങ്ങനെ അത് എന്തായിന്ന് അറിയാൻ വേണ്ടി തൊട്ടതാ. അപ്പൊ അത് കയ്യില് പോന്നു. പക്ഷെ മുഴുവൻ പുഴുവായിരുന്നു. പുഴു എന്തിനാ ആദ്യത്തെ പുഴുവാവട്ടെ, പുഴുക്കൾ തിന്നട്ടെ. പിന്നെ നോക്കിയേ ഇനിയുള്ളതെങ്കിലും കിട്ടിയാ മതി. ഇത്
കടുക് ചെടി എത്ര കടുകിന്റെ നമ്മൾ കടുക് എന്ന് പറഞ്ഞ സാധനം ഇവിടെ നല്ല ഭംഗിയുള്ള ചെടികൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തൊട്ട് ഇങ്ങനെ ആ പടം വരയ്ക്കും. അത് നല്ല തിക്കായിട്ട് ഇലയായിട്ട് വന്നിട്ട് അത് നല്ലൊരു മഞ്ഞ നൂലായിട്ടുള്ള മഞ്ഞ പൂവായിട്ട് തുടങ്ങുക. എന്തുകൊണ്ട് തോന്നിയിട്ടാണ് ഒരു ദിവസം അത് മുഴുവനാ വെട്ടിക്കളഞ്ഞു. അതും പൂവുണ്ടാവില്ല. ഇനിയിപ്പോ അത് വെട്ടിക്കളയണ കുറെ നാളായി നിക്കണു. കാട് പിടിച്ചേക്ക അതൊരു ഭംഗിയില്ലേ നോക്കിയേ. അത് കളയാൻ ജഗ്ഗു പറയാം അതും കൂടി കളയാം. കടുക് എന്ന് പറയുന്നത് വെയില് അത് തണലത്ത് വെക്കേണ്ടതാണ്. പക്ഷെ വെയില് കാരണം അത് എല്ലാം മഞ്ഞക്കണം. കടുക് എന്ന് പറയുന്നത് വളരെ കുഞ്ഞു സാധനല്ലേ, അതിന്റെ ഒരു തയ്യാണ് കാണുന്നത്. നോക്കിയേ അതിന്റെ വലിപ്പം നോക്കിയേ. പിന്നെ കടുകിന്റെ ചെടി കടുകിന്റെ അത്രയ്ക്ക് തന്നെ അല്ല ഇതുമേ കടുക് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള കാണാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. കണ്ട ഈ കണ്ട ഈ സാധനം കണ്ട നിറച്ചുണ്ടായി വേണ്ട അതിൻ്റെ ഉള്ളിൽ കടുക് നമുക്ക് കാണാം ഉണ്ടാവുമ്പോ. ഈ പെരുംജീരകം ചതകുപ്പ് അങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് പാവി വെക്കാട്ടാ. ഇത് തന്നെ ഉണ്ടായതാണ്. അതിന്റെ ഇലകള് ഓരോ കൂട്ടാനിലൊക്കെ ഇടുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ മണിത്തക്കാളിയുടെ ഒരു തൈ തന്നെ മുളച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടാ. നമ്മൾ പാവിയൊന്നുമല്ല. അതേ വീട്ടില് കൊറേ മിളകും തൈ ഉണ്ടെന്ന് പറഞ്ഞമ്മ. മിളകിന്റെ കുരു വീണിട്ട് മുളച്ചട്ടെ ചേട്ടാ. നല്ല നല്ല ആരോഗ്യമുള്ള നല്ല തൈകളാണ്. അതെ. പിന്നെ റംബൂട്ടാൻ ഉണ്ടായി കൊണ്ടത് ഇതുമ്മലാണ്. ഈ സാധനത്ത് വേണ്ട കണ്ടമാൻ റംബൂട്ടാൻ ഉണ്ടായി കൊണ്ടത് ഇതുമ്മ. സീതപ്പഴം ഉണ്ടായി കൊണ്ട് നിറച്ചുണ്ടായി അതിൻ്റെ സീതപ്പഴം. എന്താ സീതപ്പഴം നിറച്ചുണ്ടായി ഇതിൻ്റെ ഒക്കെ നോക്കിയാൽ. അബിയുണ്ടായി തുടങ്ങി, ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായി തുടങ്ങി. അല്ല അബിയനിപ്പം ഉണ്ടാവില്ല, വെറുതെ ഒരു ഓളത്തിന് പറഞ്ഞതാട്ടാ. അല്ല അത് പിന്നെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇതിലൊക്കെ ഒരു കറുപ്പ് കളർ അല്ലേ, അതെന്തിട്ടാണ് അത് പിന്നെ ഇപ്പൊ നല്ല ഇതുമ്മില്ല. പക്ഷേ ഇതുമ്മ മാത്രമല്ലോ, ബാക്കി 2-3 അപ്പുറത്തുണ്ട്. അതും ആ ബാക്കിലുണ്ട്. അതുമില്ലൊന്നുമില്ല. ഇതും എന്തിട്ട് ഈ കറുപ്പ് സാധനം വന്നേക്കണേന്ന് അറിയില്ല. പിന്നെ എന്തിട്ടോ ഒരു പ്രാണിയാന്ന് തോന്നുന്നുണ്ട്. ഈ ഇതുമേ ഉണ്ടായില്ലേട്ടാ മാംഗോസ്റ്റിന്. അത് 9 കൊല്ല 8-9 സജീവന്റെ അവിടെ 9 കൊല്ലം എത്തിയിട്ടുണ്ടായേ. ഇത് ആ പ്ലാവിന്റെ ഒപ്പം തന്നെ വാങ്ങിച്ചിട്ടുള്ള പ്ലാവും തൈയാണ്. പക്ഷെ ഇതുവരെയായിട്ട് ഇവര് 365 ദിവസം ഉണ്ടാവും ചക്കിൻ്റെ ആവെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാവാ. പക്ഷെ ഇതുവരെയായിട്ട് ചക്കിൻ്റെ ആയില്ല, നല്ല വലിപ്പുണ്ട്. ഇത് സാധാരണ കുരുമുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയ പ്ലാവും തൈ പോലെ ഉണ്ട് കണ്ടിട്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. സരിത പറയുന്നത് കുറേ നാളായിട്ട് ഇവള് മിറ്റടിക്കാത്ത കാരണേ, ശരിക്കും മിറ്റടിക്കാത്ത കാരണം വണ്ണം വെച്ചു എന്ന്. ഞാനെപ്പോ പറഞ്ഞു അങ്ങനെ വണ്ണം വെച്ചു എന്ന് പറഞ്ഞില്ലേ? വണ്ണം വെക്കുന്നുണ്ട്. സരിതയ്ക്ക് വ്യായാമം കുറവായിട്ടാണെന്ന്. അപ്പൊ നീ ഇവിടെ മിറ്റടിക്കും. ഞാൻ ആ തേക്കിൻ്റെ ഇതിന്റെ ഞാൻ അടിച്ചു വാരുന്നുണ്ട്. 1.5-1.25 മണിക്കൂർ സമയം വെച്ച് ദിവസം അടിച്ചോടത്. ഇപ്പൊ ഒരു 5 മിനിറ്റ് അടിക്കാനുള്ളതുള്ളൂ. അതാണ്, അല്ലാണ്ട് മിറ്റടിക്കാണ്ടല്ല. ഈ കടപ്പിട്ടോടത്ത് മാത്രം അടിച്ചു വാരുന്നുണ്ട്. ചേട്ടൻ തൊട്ട് ചെയ്യാൻ പോണ ചവിട്ടിയൊക്കെ കൊണ്ടിട്ടേക്ക് നോക്കി. അത് വെട്ടി കളയാനുള്ളതാ പോരാ. അതെ, നമുക്കേ ഈ ഭാഗല്ലേ, ഭാഗത്തൊക്കെ ചെടികൾ വെക്കിയിരുന്നു. തണലാണ് അവിടെ. ഭാഗത്ത് ഇങ്ങനെ മറ്റേ അഗ്ലോണിമ ആ സൈഡിൽ വല്ലവരും വെക്കൂ. അഗ്ലോണിമ എന്ന് പറഞ്ഞ ചെടിയില്ലേ, അത് വെച്ചു കൊടുക്ക അവിടെ. അതേപോലെ ആ കള്ളിയിലും ഭാഗത്ത് ഇങ്ങനെ നിറച്ചു വെച്ചു കൊടുക്ക ഇലച്ചെടി. എന്താ നീ ചിരിക്കണ്? ചുവപ്പ് കളറുള്ളതാ? അതെ, ചുവപ്പ് കളറുള്ളതാ. പല വെറൈറ്റി ഉണ്ട് ഇലകള്. ഞാൻ വെട്ട തീർത്തിട്ട് വരാം. തേക്കിൻ്റെ വെട്ടി കളയാനിട്ട് പോരാ. വർഷക്കാലം ആവണേലും മുന്നേ കൊറേ കാര്യങ്ങളുണ്ട്. പുല്ലൊക്കെ വെട്ടണം. പിന്നെ ആ ഭാഗത്ത് അത് കാണിച്ചില്ലല്ലോ ചേട്ടൻ. നോക്കിരി, ഒരു മാമ്പഴം വീണത് നമ്മുടെ മാംഗോ. 300 വേണതാട്ടാ. നോക്കിയേ, നമ്മുടെ മാംഗോ നല്ല പഴുത്താണല്ലോ. ഞാൻ നോക്കിയ കാര്യം നോക്കിയോട്ടെ കഴിക്കിട്ടേ. വാ, പുഴുണ്ടാവും. ഇതിൽ പുഴുണ്ടാവില്ല കണ്ടോ. ഭയങ്കര ടേസ്റ്റ്. എങ്ങനെ നിങ്ങൾക്കിത് ആക്കാൻ വേണ? എനിക്ക് ഇങ്ങനെ തിന്നെ ഇഷ്ടമില്ല. പല്ലിന്റെ ഇടയിൽ നിന്ന് പിന്നെ ഞാരുകളെ എന്തൊരു പാടാന്ന് അറിയും ഇങ്ങനെ തിന്നാ. അതിങ്ങനെ ഇങ്ങനെ പൂളിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് തിന്നാൻ എനിക്കിഷ്ടം. ഏറ്റവും ടേസ്റ്റ് പുഴുല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആസ്വദിക്കാൻ പറ്റിയത് പരിപാടി ഇതാണ്. വായനോളമല്ലോ. അതല്ല അവിടെ ജഗ്ഗുവിന്റെ വായുന്നത് വെള്ളമൊലിക്കും. അങ്ങനെ മാമ്പഴം കഴിക്കണം ജഗ്ഗുവിന് കൊടുക്കാൻ. ഇതിപ്പോ ഏത് ഭാഗത്തുനിന്ന് തിന്നാ? അവനത് ഈമ്പി കഴിച്ചോളും.
അയ്യോ നല്ല ടേസ്റ്റാ, കഴിച്ചോ. തുപ്പലൊന്നല്ല, അടിപൊളിയാണ്. ഈ ഭാഗത്ത് കഴിച്ചു. ഓ എന്താ ഇതൊരു അച്ഛനമ്മമാർ എടുക്കാനായിട്ടുള്ള ഒരു മടിക്കല്ലേ ഇപ്പൊ ഇങ്ങനെയാക്കി വെച്ചാണ് അത്. അച്ഛനമ്മമാര് കഴിക്കുന്നത് മക്കൾക്ക് നമുക്കൊക്കെ തിന്നായിരുന്നു. ഇല്ലേ കുഴപ്പമില്ല. എന്തൊരു ടേസ്റ്റ്. ഈ പല്ലിന്റെ ഇടയിൽ ഞാരിങ്ങനെ ഇരിക്കല്, പിന്നെ അതിനൊക്കെ ഇരുന്ന് കളയല് ഒരു ടാസ്കാ. ടാസ്ക് അത് എനിക്കത് കൂളിയിട്ട് തിന്നാൻ ഇഷ്ടം. കടലാസ് റോസേ ആരുത്തിരി വെച്ചത് കാടായിന്ന്. അത് വെട്ടാം, അത് വെട്ടണം, പുല്ല് വെട്ടണം. വർഷക്കാലം ആവണേലും മുന്നേ കുറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അതിന്റെ ഇടയിൽ ഒരു ദിവസം നല്ല മഴ പെയ്തു അല്ലേ? ശരിക്കും ഒരു വർഷക്കാലം പോലെ തോന്നി, നല്ല മഴ പെയ്തു. ഞാൻ അടിച്ചു വരട്ടപ്പോ. നീ അടിച്ചു വരെ. അടിയന്തരം ഉണ്ടായിരുന്നേ. അപ്പൊ അടിയന്തരത്തിന് സീമ ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ ചേച്ചീനെ അടിയന്തരത്തിന് പോയി വന്നിട്ട് സീമ ചേച്ചിനെ അവിടെ ഇറക്കിയിട്ട് കാർ അവിടെ ഇട്ട് ഇങ്ങോട്ട് പോന്നു. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകാന്നാ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പൂരം കഴിഞ്ഞു, ഉച്ചവരെ പകൽ പൂരം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പൂരപ്പറമ്പിലേക്ക് പോയിട്ട് പൂരത്തിന് ശേഷമുള്ള പൂരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പൂരപ്പറമ്പിൽ കൂടെ നടന്നിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് മനസ്സ് മാറ്റിയ ചേട്ടൻ. അതിന് വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ 3 മണി കഴിഞ്ഞു. പിന്നെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ തിക്കും തിരക്കാവും, പോയില്ല. നമ്മുടെ അല്ലേ ചേട്ടാ അടുത്ത മാസം റിട്ടയർ ആവൂട്ടാ. അല്ല ഞാനല്ലേ? ആ നമുക്ക് പോണട്ടാ ചേട്ടാ. കാര്യമില്ല. തേക്കിന്റെ അതവിടെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭംഗിയുണ്ടാവും. അതിപ്പോ പെട്ടെന്നാവില്ലേ, ഇതിപ്പോ മൂക്കും. മരം പോലെ ഹൈറ്റ് വെക്കുമ്പോ വെട്ടിയാ മതിയായിരുന്നു. കണ്ട തേക്കിന്റെ കട ഇത് നോക്കിയേ. ഞാൻ അപ്പുറത്ത് തിണ്ണാൻ ഒരു ചീർപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ണാടി ഉണ്ടല്ലോ, വാഷ് ബേസ്. അപ്പൊ അവിടെ മുടി അവിടെ വന്നിട്ട് ഈരാനിട്ട് ആ ചീർപ്പ് കൊണ്ടുവന്നിട്ട് കടിച്ച് ഇങ്ങനെ ആക്കിയിട്ടേക്കാം. ഇമ്രാന്റെ പണിയത്. നോക്കിയേ, അതല്ല ഞാനിപ്പ എന്നെ പറഞ്ഞേ ചീർപ്പൊക്കെ എടുത്ത് കൊണ്ടിട്ടാണ്. അല്ല ഞാനിപ്പ എന്നെ കണ്ടത് ചീർപ്പ് കണ്ട സരിതാര അടിപൊളി ചീർപ്പാണ് ഇമ്രാൻ. അടിപൊളി ചീർപ്പൊന്നല്ല, സാധാ ചീർപ്പ്. കതിർ കളിക്കണ തെറ്റ് ബോധ്യമായി. ഇത് ഞാൻ കോരി ഇടാല. തേക്കിന്റെ കള ചോര, തേക്കിന്റെ ആയല തൊട്ട് കഴിഞ്ഞ ചോരയും ചോരയില്ല ഈ കളറാവും. കോരി എടുക്കാനെ കോരി അപ്പുറത്തല്ലേ? കുറേ മാമ്പഴങ്ങൾ വീഴും, കുറേ മാമ്പഴങ്ങൾ മോടിയും. ഓടിപ്രാന്തി ആക്കി യാറില്ലേ, ഓടിപ്രാന്തി തൊട്ടേ എവിടെ ചാവാൻ. ജീവനും കൊണ്ട് ഓടി. ചേട്ടന്റെ കളിപ്പിക്കൽ ഇങ്ങനെയാ, അവറ്റക്ക് കളിപ്പിക്കണതാ. വരുന്നില്ല തിരിച്ച് ഉറങ്ങായിരുന്നത് ഒരുത്തിലിടുന്നിട്ട് അതിനെ തേടിപ്പിച്ചു വിട്ടു. കബഡി 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 കബഡി. ഇവരപ്പം കാലത്ത് എനിക്ക് ഓടിപ്രാന്തിണ്ട്. നിക്കണം 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 അപ്പുറത്തോടെ നിക്കണം 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 വീണ്ടും ചുറ്റോടുക. ഓർഡർ അച്ഛക്ക് ഓർഡർ അച്ഛൻ്റെ ഒപ്പം ഓർഡർ 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 ഓർഡർ. അതെ സരിതനെ പിടി.
ഇവറ്റകളുടെ മൈൻഡ് വോയിസ് കേൾക്കാൻ പറ്റണെങ്കിൽ നല്ല രസമായി കേട്ടാ. ഗജു ചാർലി ഗജു ചാർലി അല്ല ചേട്ടനെ കഥച്ചേ. ഇല്ല കഥച്ചിട്ടില്ല. അയ്യോ എന്ത് രസം ഈ കളി. ഇവിടെ ഇഷ്ടം പോലെ ഓടിക്കാൻ കളിക്കാൻ. ഇതിപ്പോൾ ആ ഗേറ്റില്ലേ ഇത് കിട്ടുക. ഈ സാധനം പണിത കാരണം അല്ലെങ്കിൽ ഇവര് എവിടേക്കോ ഒറ്റയ്ക്ക് പോയാനിപ്പോൾ. ഈ സാധനം പണിത കാരണം ഉള്ള രസമാണ്. ഇഷ്ടംപോലെ ഓടിക്കളിക്കാം. ചേട്ടൻ കഥച്ചിട്ടില്ല അല്ലേ? ഈ കഥപ്പ് രസമല്ലേ? നീ ഓടുന്നുണ്ട്. രണ്ടുപേരും അവിടെ കഥ പറഞ്ഞേക്ക. അവർക്കൊന്നും നമ്മളെ പിടിക്കാൻ പറ്റില്ല കേട്ടാ. രണ്ടുപേരും അതെ കഴിഞ്ഞു. നേരത്തുള്ള കളിയില്ലേ, കാലത്തുള്ള കളിയില്ലേ കുട്ടികളായിട്ടുള്ളത്, ഭയങ്കര രസമാണ്. സരിത കാണാറില്ലേ? ഞങ്ങള് ഓടിപ്രാന്തി കളിക്കുന്നത് കാലത്ത്. ഞാനൊക്കെ കാണാറുണ്ട്. ഈ വട്ട് പരിപാടി കാണാൻ ഇഷ്ടമില്ലാത്ത ഞാൻ കാണാൻ നിൽക്കണ്ട. അവറ്റങ്ങളെ പേടിപ്പിച്ച് ഓടിക്കണ പോലെ തോന്നി എനിക്ക് കാണുമ്പോൾ. അത് തോന്നതാ. അവർക്കൊരു പേടില്ല. അവർക്ക് കളിയാണ്. അവർക്ക് കളിക്കണ പ്രായമാണ്, ടൈം. ഇത് രണ്ടു നോക്കിയാ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അവരുടെ മൈൻഡ് വോയിസ് കേൾക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു, മനസ്സിലാവുമായിരുന്നെങ്കിൽ. എന്നിട്ട് ചേട്ടടുത്ത് വിളിക്കില്ല, ഇത് എന്തിന്റെ കേടണാവോ പറഞ്ഞിട്ട്. ചാർലിയ വാ. ഞാനൊന്നും ചെയ്യില്ല. ചാർലി വളർത്താനാണോ കൊല്ലാനാണോ എന്ന് അറിയില്ലല്ലോ. ചാർലി ഇങ്ങോട്ട് വാടാ. വാടപ്പാ വാ. ഇനി ഒന്ന് കുളിക്കണം. വിളക്ക് വയ്ക്കാറില്ല സരിത? വിളക്ക് വയ്ക്കുന്ന സമയേ നേരത്തെ ഓടിപ്രാന്തി. നല്ല രസമാണ് കേട്ടാ. അങ്ങനെ അവനവിടെ കിടപ്പായി കണ്ട. ഇന്ന് നമുക്ക് വൈകുന്നേരം പോയാലോ തൃശ്ശൂർക്ക്? എനിക്ക് പന്തലൊക്കെ കാണണം. തൃശ്ശൂർ പോലെ തന്നെ പന്തല് കാണാൻ സാധിക്കും. പോകണം ചേട്ടാ, കൊണ്ടുപോ. നമുക്ക് വെറുതെ റൗണ്ടിൽ കൂടെ നടക്കാം. അവരൊക്കെ ഉണ്ടെങ്കിൽ പ്രേമനവരൊക്കെ വിളിച്ചോ. അയ്യോ പ്രേമേട്ടൻ ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ വരില്ലേ മ്യൂസിക് സെറ്റ് ആക്കാൻ? എരവിമംഗലം എന്ന മനോഹരമായ ഗ്രാമം. എരവിമംഗലം എങ്ങനെയാണ് ഫേമസ് ആയിട്ടുള്ളതെന്ന് അറിയൂ? സുകുമാർ അഴീക്കോടിൻ്റെ താമസ സ്ഥലം അതാണ്. സുകുമാർ അഴീക്കോട് പുത്തൂര് പുഴയുടെ കരയിലാണ് വീട് വെച്ച് താമസിച്ചിരുന്നത്. അരുവിമംഗലത്തിൽ മാറിയ അല്ല, അരുവിമംഗലത്ത് അങ്ങനെയാണ് അരുവിമംഗലം പേരായിട്ട്. പണ്ടേ ഒരു നല്ലൊരു ഗ്രാമമാണ് അരുവിമംഗലം. ഷഷ്ടി പുത്തൂര് അഴീക്കോട് റോഡ് ഒരു റോഡില്ലേ, പാലത്തിന്റെ തൊട്ട് മുന്നേ ലെഫ്റ്റ്, ആ വഴി കൂടെ പോയി അരുവിമംഗലത്തേക്ക് എത്തും. അരുവിമംഗലം സെൻട്രലിലേക്ക് അഴീക്കോട് സുകുമാർ അഴീക്കോട് റോഡ് എന്നല്ല റോഡിന്റെ പേര്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രാമമാണ്. നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ്. കുറെ വായനശാലയും 75 കൊല്ലം മുമ്പുള്ള വായനശാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മനോഹരമായ ഗ്രാമം എന്നതിലും ഉപരി അവിടുത്തെ ആളുകളുണ്ടല്ലോ ഭയങ്കര കലയോടും ഒക്കെ താല്പര്യമുള്ള. അപ്പൊ ഞങ്ങളേ എന്തോ പറിച്ചിട്ട് എന്തോ അപ്പുറത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു എനക്കേണ്ടി പോകും. അപ്പളേ അവിടെയുള്ള അവിടെയുള്ള കുറെ ആളുകൾ കൂടിയിട്ട് 10-40 പേര് കൂടിയിട്ട്. അല്ല, അവിടെ വായനശാല ഉണ്ടല്ലോ, വലിയ വായനശാല. അതിന്റെ 50ാം വാർഷികം അങ്ങനെ എന്തോ 75 അവര് നാടകം കളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ കാണിച്ചു തരാട്ടാ ആ ഗ്രാമം, ആ നാട്ടുകാരെ, അവരെ റിഹേഴ്സൽ. അപ്പൊ എൻ പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു നാടകം, ഒരു കുഞ്ഞു നാടകം. അതിനെ കുറച്ചൊന്ന് വലുതാക്കിയിട്ട് പ്രേമേട്ടൻ ആണ് ഡയറക്റ്റ് ചെയ്യണേ. അപ്പൊ അവര് ഈ 75ാം വാർഷികം പ്രമാണിച്ച് അവർക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു നാടകം കളിക്കണം. അങ്ങനെ വലിയ പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളൊന്നല്ല, പക്ഷെ അവർക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പ്രേമേട്ടൻ അവരെ നാടകം പഠിപ്പിക്കുന്നു, ഈ ഗ്രൂപ്പ് ഫോട്ടോ. അപ്പൊ അതിന്റെ മ്യൂസിക് എന്നോട് സെറ്റ് ആക്കാൻ പറഞ്ഞു. അപ്പൊ പ്രേമേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ വരും. അത് ഇരുന്നിട്ട് അത് സ്ക്രിപ്റ്റ് നോക്കിയിട്ട് അതിനെ പറ്റിയ കുറച്ച് സാധനങ്ങൾ സെറ്റാക്കി വെക്കാനുണ്ട്. പിന്നെ നമ്മള് പുതിയൊരു
അല്ല പുതിയൊരു മൈക്ക് വാങ്ങിച്ചു. ചേട്ടന്റെ മേല് കൊതിർന്ന് കടിക്കണം. മൈക്ക് വാങ്ങിച്ചു. അറിയില്ലേ ഇത് കടിക്കണത്? ചോര നോക്കിയേ. ഇവിടെ നിന്ന് കാം ക്ലിനിക് ഇല്ലേ, പാസ്പോർട്ട് ഓഫീസിന്റെ തൊട്ടപ്പുറത്ത്, ജഗ് പറയാന്ന്. അവിടെ നിന്നാണ് വാങ്ങിച്ചത്. കാരണം ഈ മൈക്ക് മറ്റേ മൈക്ക് എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടുതൽ. അപ്പോൾ എന്താ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സാണ് ചെയ്യും ശ്രദ്ധിക്കുക. അപ്പോൾ ആ മൈക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുമ്പോൾ അത് ഇങ്ങനെ ഞണ്ട് കിടക്കും. അതിപ്പോ എനിക്കെന്നല്ല ഷർട്ടായാലും ഇങ്ങനെ കിടക്കും. അല്ല ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും ഈ ബ്ലോഗർമാരും ഒക്കെ ഇങ്ങനത്തെ മൈക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 11,500 രൂപയുടെ വില. അത് കുഞ്ഞിതാണ്. പക്ഷേ ബെസ്റ്റ് മൈക്കാണ്, കൈകാര്യം ചെയ്യണം. പക്ഷേ എന്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ ഇത് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തു വയ്ക്കാൻ മറക്കാൻ എളുപ്പമാണ്. മറ്റൊന്ന് ഇത്തിരി വലിപ്പമുണ്ടല്ലോ, അത് ഇതിന് ബാക്കിൽ കാന്തണ്ട്, കാന്തത്തമ്മലിന് പിടിപ്പിച്ചു കൊടുക്കണം. അഷ്ടദരിദ്രവിനാശകലിംഗം തത്പ്രണമാമി സദാ ശിവലിംഗം. സുരഗുരു സുരവര പൂജിതലിംഗം സുരവന പുഷ്പ സദാർച്ചിതലിംഗം. പരാൽപരം പരമാത്മകലിംഗം തത്പ്രണമാമി സദാ ശിവലിംഗം. ലിംഗാഷ്ടകമിതം പുണ്യം യഃ പഠേത് ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ. ഓം ശിവം ഭവതു മംഗളം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖവിനാശായ സന്ധ്യാദീപം നമോ നമഃ. ഓം ശിവം ഭവതു മംഗളം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖവിനാശായ സന്ധ്യാദീപം നമോ നമഃ. ഓം ശിവം ഭവതു മംഗളം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖവിനാശായ സന്ധ്യാദീപം നമോ നമഃ. ദീപം ദീപം ദീപം. माधव मामव देव कृष्ण यादव कृष्ण यदुकुल कृष्ण